ജോണേ, തന്റെ കൂട്ടുകാരനെവിടെ? എന്തോ പരമോനെ ഇന്ന് കണ്ടില്ല. മുങ്ങി കാണും. എന്റെ കൊച്ചേട്ട അതല്ലേ അവന്റെ സ്വഭാവം. മുങ്ങിയാലും പൊങ്ങും. ഇനി ഒരു 6 മാസം കഴിയണമെന്ന് മാത്രം. ഇതിലേക്ക് തെണ്ടി തിരിഞ്ഞ് വശക്കേടാകുമ്പോ അവനിങ്ങി എത്തും. അല്ലടാ ജോണി? എന്താടാ? ഉണ്ണിത്താന്റെ വീട് കയറി പോലീസ് എഞ്ചിനീയറെ കാണാനില്ലെന്ന്. നമുക്ക് അവിടെ വരെ പോയാലോ? വാ. ഒന്ന് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നിൽക്കണേ. എവിടെയാണ് ഇടിച്ചു കയറണം? കമ്പിയും സിമെന്റും ഒക്കെ ഞാൻ വെട്ടിച്ചതാ, സമ്മതിച്ചു. അത് ഞാൻ കോടതി പറഞ്ഞോളാം. പക്ഷെ എഞ്ചിനീയർ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നാൽ പിന്നെ അയാൾ എവിടെ? എനിക്കെങ്ങനെ അറിയാം? ഇന്നലെ വൈകിട്ട് അയാളെ ഞാൻ ബാറിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത് ശരിയാ. ഈ 2 പെഗ് മുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ വന്ന് പറയുമ്പോഴാ അയാൾ മരിച്ചു എന്ന് ഞാൻ അറിയുന്നു. മരിച്ചെങ്കിൽ തന്നെ ശവം എവിടെ? അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ശവം എവിടെ? ചേട്ടാ, ഇത് നല്ല കാര്യമായല്ലോ. ഈ നാട്ടിലെ ശവങ്ങളുടെയൊക്കെ കണക്ക് എന്റെ കയ്യിലാ. നിർത്തുന്ന പ്രശ്നം. സർക്കാരിന്റെ സ്റ്റോറിലെ കമ്പിയുടെയും സിമെന്റിന്റെയും കണക്ക് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നോക്കൂ മിസ്റ്റർ ഉണ്ണിത്താൻ, താൻ സത്യം പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആസ്മ പിടിച്ച് നാശമായ നെഞ്ചത്ത് എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിക്കരുത്. ജോണി, കുളത്തുകരയിലേക്ക് പോവാം. അവിടെ ആൾക്കൂട്ടം. നീ അങ്ങോട്ട് വെക്കും, ഞാനിവിടെ നിൽക്കാം. ശരി. മുങ്ങൽ വിദഗ്ധർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വിളിക്ക്. മുങ്ങലുകാരെല്ലാം വരും. ഇറങ്ങി നോക്കാം. വേഗമാട്ടെ. ബോഡി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങോട്ട് വാ. ഇവിടെ മാറിക്കണം. മാറിക്കണം അങ്ങോട്ട്. കേറി നിൽക്കണം അങ്ങോട്ട്. ഇവിടെ മാറി നിൽക്കാൻ. ഇവിടെ കയറി നിൽക്കാൻ പറഞ്ഞപ്പോ മാറി നിൽക്കാൻ. നമ്മുടെ ആളി പിന്നെ തെല്ലിക്കറി വരുന്നത്. എവിടെ കയറില്ല? തോക്കം കിട്ടി. സാർ, ഇതാണ് ശവത്തിന്റെ കൂടെ കണ്ടെടുത്ത തോക്ക്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കും. യെസ് സാർ. നടക്ക. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? കുഞ്ഞെ, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് ഈ വറിയത്. Ha ha ha!
മിസ്റ്റർ ദേവരാജൻ, നിങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ കാടെടുത്ത് പിന്നാലെ വന്നോളാം. യെസ് സർ. നടക്കടോ. വെൽഡൺ മൈ ബോയ്. എന്താണ് എന്റെ പേര്? ജോണി. വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. സാർ, ഇതിനകത്തൊരു പെട്ടി. പെട്ടിയോ? വെളിയിലെടുക്കൂ. ഇവിടെ വെക്ക്. എടുത്ത് അകത്ത് വെക്കട്ടെ സാർ. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? നിന്നെ പോലൊരു ധൈര്യശാലി വിശ്വസ്തനുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താ സാർ? ഈ പണം കള്ളപ്പണമാണ്, ബ്ലാക്ക് മണി. ഇത് കണ്ടുകെട്ടുന്നത് ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്നാൽ ഞാനും നീയും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ പണം ഞാൻ ജോണി ഏൽപ്പിക്കാം. അടുത്ത ശനിയാഴ്ച പണവുമായി നീ എന്റെ വീട്ടിൽ വരണം. ധൈര്യമുണ്ടോ? ഞാൻ ചെയ്യാം സാർ. ഗുഡ്. നിനക്ക് മാന്യമായ ഒരു വിഹിതം ഞാൻ തരും. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇതിവിടെ നിന്ന് മാറ്റണം. ഇങ്ങനെ കൊണ്ടുപോകണ്ട. ആ ചാക്കെടുക്കൂ. നിന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ശരി സാർ. അവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് അല്പം ഇരട്ടിയിട്ട് പോയാൽ മതി. ശരി സാർ. നിൽക്കൂ. എന്നെ വഞ്ചിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്നറിയാമോ? ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ആ.